മെയ് 3-ാം തീയതിയാണ് മണിപ്പൂർ കലാപം ആരംഭിച്ചത്. ആ സമയം തൊട്ട് തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രം മണിപ്പൂരിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ ഞായറാഴ്ച 9 മണി മുതൽ ഇന്ന് പ്രഭാതം 9 മണി വരെ വിറ്റ്നസ് ടിവിയിലൂടെ ഒരു അഖണ്ഡ ആരാധന ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10,000-ത്തിലധികം പേര് ആ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പങ്കുചേർന്നു. തുടർന്നാണ് നമ്മളിവിടെ ഈ ഉപവാസയജ്ഞം നടത്തിയത്. നമ്മൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെയും അറിയിച്ചിരുന്നു ഇങ്ങനൊരു ഉപവാസയജ്ഞം നടത്തുന്നുണ്ട് എന്ന്. വളരെ സ്നേഹത്തോടും നല്ല മനസ്സോടും കൂടി അവർ എല്ലാവരും തന്നെ അവരുടെ പ്രതിനിധികളെ ഈ സമ്മേളന പന്തലിലേക്ക് അയച്ചു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സമീപനം ശരിയല്ല എന്ന് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആത്മാർത്ഥമായി അവർ ഈ പന്തലിൽ വിളിച്ചു പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു കാണും. അവരെ പാർട്ടിയുടെ അംഗങ്ങളാണ്. അവരത് പറയുന്നത് പാർട്ടിയുടെ തന്നെ ആശയം തന്നെയാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെ പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കേരളത്തിലെ ഓരോ വ്യക്തികളുടെയും മനസ്സിനെ ദൈവം ഭരണകൂടത്തിനെതിരായി തിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നു, പുറമേ ആരും ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ശക്തി ഭരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കടന്നു ചെല്ലും. അതിൻ്റെ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇതിലാണ് നമ്മൾ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്രകാരം ഒരു യജ്ഞം ഇവിടെ നടത്തുവാൻ സഹകരിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ ഈ അവസരത്തിൽ നമുക്ക് തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് ഒരു നന്ദി പ്രാർത്ഥന ചൊല്ലി ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. സ്നേഹിതയായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാ മതസ്ഥരായുള്ള സഹോദരങ്ങളും എല്ലാ ഡിനോമിനേഷനിൽപ്പെട്ട സഹോദരങ്ങളും ഞങ്ങളെല്ലാവരും സ്വർഗീയ പിതാവിൻ്റെ മക്കളായി ഒരുമിച്ച് നിന്നുകൊണ്ട് ആബാ പിതാവേ എന്ന് ഉയർത്തിയ ഈ പ്രത്യേകമായ പ്രാർത്ഥനാ വേദിയെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് നിർമ്മലവും വിശുദ്ധവുമാക്കുകയും അനുഗ്രഹിക്കുകയും ഇവിടുന്ന് പുറപ്പെട്ട ആത്മാർത്ഥമായ പ്രാർത്ഥനകളെ അത്ഭുത ശക്തികളായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവിടെ നിന്നാണ് ഞങ്ങളെ നയിച്ചത്. അവിടുത്തെ ആത്മാവാണ് ഞങ്ങൾക്ക് പ്രേരണ നൽകിയത്. അവിടെ നിന്നാണ് എല്ലാം സംഘടിപ്പിച്ചത്. ഈ കൂട്ടായ്മയുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം പൂർണ്ണമായി അർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചു. എല്ലാ മതസ്ഥരെയും എല്ലാ ഡിനോമിനേഷനെയും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം. ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അങ്ങനെ ഒരു കൂട്ടായ്മ എന്നത് വളരെയധികം ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ അകന്നു നിൽക്കുന്ന എല്ലാ സഭാവിഭാഗങ്ങളും ഒരുമിച്ച് നടത്തപ്പെടുന്ന ഇത്തരം കൂട്ടായ്മയുടെ സന്ദർഭങ്ങൾ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനായജ്ഞത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള എല്ലാവരെയും ഇതിൻ്റെ മറ്റ് പ്രയത്നങ്ങൾ നടത്തിയ സർവരെയും ഒരിക്കൽ കൂടി കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ